സേഫ് സൈൻലാബ്ദീൻ ചേരുകയാണ് തത്സമയം. സേഫ്, അപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5 മന്ത്രിസ്ഥാനം, അതാരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ ഒരു തത്വത്തിൽ ധാരണയായി എന്നാണ് സൂചനകൾ. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ച 2 മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? നിലവിൽ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും? ജിൽസിയാനത്ത് മന്ത്രിമാരുടെ എണ്ണത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് പറയാം. കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അത്രയും കോൺഗ്രസിനുണ്ട്. 5 മന്ത്രിമാർ ലീഗിനുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. കോഴിക്കോട് അസ്ലം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അവരെ ലീഗ് നേതൃത്വം ഇതിനോടകം തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നുന്നത് ജോസഫുമായി ഉള്ള ചർച്ചയാണ്. PJ ജോസഫുമായിട്ടുള്ള ചർച്ചയാണ്. കേരള കോൺഗ്രസിന്റെ 2 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം ഇന്ന് രാവിലെ നടന്ന യോഗത്തിലും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ ഒരു മന്ത്രിസ്ഥാനം, ഒരു ക്യാബിനറ്റ് പദവിയുടെ ഒരു ചീഫ് വിപ്പ് പദവി, അതാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. 7 MLA-മാരുണ്ട്, അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഷിബു ബേബി ജോൺ മന്ത്രിയാകും, CP ജോൺ മന്ത്രിയാകും, അനൂപ് ജേക്കബ് മന്ത്രിയാകും. മാണി സി കാപ്പന്റെ കാര്യത്തിലും RMPയുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതും ഉച്ചയോടുകൂടി ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യമാണ് ജിൽസി ഇനി പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരേണ്ടത്. ഇപ്പോൾ VD സതീശൻ അവിടെ നിന്ന് ഇറങ്ങി സതീശൻ നേരെ പോകുന്നത് KC വേണുഗോപാലിന്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. ദീപദാസ് മുൻഷി ഇവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടിയോ 4 മണിയോടുകൂടിയോ ഈ ചർച്ച ഇവിടെ കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്ന ചർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചയാണ് നടക്കേണ്ടത്. നാളെ ഉച്ചയോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക നൽകാനാണ് നിയുക്ത മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം വലിയ ശുഭപ്രതീക്ഷ അതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. മന്ത്രിമാരെല്ലാം ഒരേപോലെ തന്നെ ആകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്ന ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സതീശന്റെ ശരീരഭാഷ ഒരു അത്രയും സുഖമുള്ളതായിരുന്നോ, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന്റെ സൂചന നൽകുന്നതായിരുന്നോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ചെന്നിത്തല ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിരുന്നു ചർച്ചയെങ്കിൽ അത് ഇതിനോടകം തന്നെ പുറത്തു വരേണ്ടതാണ്. അല്ല, അങ്ങനെ നെഗറ്റീവാണെന്ന് പറയുകയല്ല, ചിലപ്പോൾ അത് വരും സമയങ്ങളിൽ വന്നേക്കാം. കാരണം നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് പലരും വിളിച്ചാലും വാട്സപ്പ് ചെയ്താലും ഒക്കെ അത് റിപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് താമസം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ജിൽസി 21 മന്ത്രിമാർ, അത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ VD സതീശൻ അടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് നിലവിലുണ്ടായിരിക്കുന്ന ധാരണ. ഘടകകക്ഷികളുമായി അങ്ങനെ വലിയ തർക്കങ്ങളില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ PJ ജോസഫുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയും, ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം വിചാരിക്കുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. VD സതീശൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് അദ്ദേഹം ചെന്നിത്തലയുടെ വീട്ടിൽ പോയി. അതായത് ഇപ്പോൾ ഉള്ള ഒരു തീരുമാനമാകേണ്ടതെന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ധാരണയിലെത്തി. കോൺഗ്രസിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ തന്നെ RC വെക്കുന്ന പുതിയ നിലപാടുകൾ, പുതിയ ഉപാധികളാണോ വലിയ തലവേദനയാകുന്നതിനപ്പുറത്തേക്ക് മറ്റ് മന്ത്രിമാരാരൊക്കെ, അവരുടെ ഏതൊക്കെ വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തത്വത്തിൽ ധാരണയിലെത്താൻ കഴിഞ്ഞോ, അതോ അതിലും ഇനി ചർച്ചകൾ ആവശ്യമുണ്ടോ? അതിലും ഒരു ചർച്ചകളുടെ ആവശ്യമുണ്ട് ജിൽസി. അത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോൺഗ്രസിന് പ്രധാനമായി നോക്കേണ്ടത് സാമുദായിക സമവാക്യങ്ങൾ നോക്കണം. അതിനൊപ്പം തന്നെ ജില്ലകളുടെ പ്രാതിനിധ്യം നോക്കണം. ഇതെല്ലാം പരിഗണിച്ച് വേണം മന്ത്രിസഭ രൂപീകരിക്കാൻ. അപ്പോൾ കൂടുതൽ ചർച്ചകൾ മനസ്സിൽ, VD സതീശന്റെ മനസ്സിൽ തന്റെ ക്യാബിനറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ധാരണ, രൂപീകരണ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് CM-ന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ച് വരികയാണ്. മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ടാകും എന്ന് ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാം. കാരണം മന്ത്രിസഭയിൽ ഇല്ലാതെ ഈ മന്ത്രിസഭ രൂപീകരണം അത്ര സുഗമമായി മുന്നോട്ട് പോകില്ല. പിന്നീട് K മുരളീധരൻ ഉണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാണോ അതോ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇന്ന് തീരുമാനം എടുക്കും. 22-ാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 29-ാം തീയതി നയപ്രഖ്യാപനം, 5-ാം തീയതി ബജറ്റ്. അങ്ങനെയാണ് നിലവിലെ ഒരു ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. PC വിഷ്ണുനാഥ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. K മുരളീധരൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും. ഷാനിമോൾ ഉസ്മാനാണോ ബിന്ദു കൃഷ്ണയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പിന്നീട് AP അനിൽകുമാർ ഉണ്ടാകും എന്ന് അനുമാനിക്കാം.
എം വിൻസെന്റ് ലത്തീൻ പ്രാതിനിധ്യത്തിന്റെ പേരിൽ എം വിൻസെന്റ് ഉണ്ടാകുമോ, അതോ നാടാർ പ്രാതിനിധ്യത്തിന്റെ പേരിൽ എൻ ശക്തനായിരിക്കും വരിക? ആ കാര്യങ്ങളിലൊക്കെയാണ് കുറച്ച് വ്യക്തത വരേണ്ടത്. അപ്പോൾ ഇനിയുമേറെ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് സൈഫ്. അതിനുള്ള തിരക്കിട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഉച്ചയോടുകൂടി ഗവർണർക്ക് ഈ ഒരു ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ട് കോൺഗ്രസിന് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിലെ ചർച്ചകൾ VDRC KC ത്രയങ്ങളെ കൊണ്ട് അവരെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ.